കഥ കറുപ്പ്. എഴുതിയത് ശ്രീകുമാരി ടീച്ചർ. കറുപ്പ്. ഓഫീസിൽ നിന്നും വന്നപ്പോഴാണ് അറിഞ്ഞത് ഇളയമകൾ നാത്തൂൻ സരസ്വതിയെ പ്രസവത്തിനായി അഡ്മിറ്റാക്കിയെന്ന്. അവളുടെ ഡേറ്റ് ആയില്ലല്ലോ. ഞാൻ ഓർത്തു. ഉച്ച കഴിഞ്ഞപ്പോൾ നോവുണ്ടായിരുന്നു എന്നും വാഹനങ്ങൾ കുറവുള്ള റൂട്ടായതുകൊണ്ട് വേഗം ആശുപത്രിയിൽ എത്തിച്ചതുമാണ്. പക്ഷേ അവർ അഡ്മിറ്റാക്കി. നേരം വെളുത്തപ്പോൾ തന്നെ ലക്ഷ്മണൻ്റെ ഫോൺ വന്നു. സരസ്വ പ്രസവിച്ചു. കുട്ടി പെണ്ണ്. ചേട്ടത്തി പറഞ്ഞു, നീ ലീവ് എടുക്ക്, ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വരാം. ഞാൻ സമ്മതിച്ചു. സരസ്വതിയുടെ മൂത്ത മകളും ചേട്ടൻ്റെ 3 മക്കളും എൻ്റെ മോനും 5 കുട്ടികളെയും നോക്കി പണിയും കഴിഞ്ഞ് ശരിക്കും ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ചേട്ടത്തി വന്നത്. ഒരു സന്തോഷമില്ലായ്മ ആ മുഖത്ത് കണ്ടു. എന്താ ചേച്ചി? എടി, സരസ്വ ഒരേ കരച്ചിലാണ്. എന്തിന്? കുട്ടി കറുത്തു പോയതുകൊണ്ട്. കറുപ്പോ? നാരങ്ങയുടെ നിറമുള്ള സരസ്വ, സായിപ്പിനെ പോലെയുള്ള ലക്ഷ്മണൻ, മൂത്ത മകളും വെളുത്തിട്ടാണ്. പിന്നെ ഈ കുട്ടി മാത്രം? ഞാൻ ആലോചിച്ചു. വീട്ടിൽ വന്നപ്പോൾ അമ്മ പറയുന്നത് കേട്ടു. മൂത്ത മകൾക്ക് 1 വയസ്സല്ലേ ആയുള്ളൂ. അതുകൊണ്ട് ഈ കുട്ടി വേണ്ട എന്ന് കരുതി അബോർഷനായി ശ്രമിച്ചിരുന്നു. അതിനായി ഏതോ വൈദ്യരുടെ മരുന്ന് കഴിച്ചുത്രേ. പക്ഷേ ഗർഭചിത്രം നടന്നില്ല. അതാ കുട്ടി കറുത്തുപോയത്. സ്വതേ അഹങ്കാര വർത്തമാനം കൊണ്ട് വീട്ടിലെല്ലാവരെയും ഭരിച്ചു നടക്കുന്ന അവൾക്ക് ദൈവം കൊടുത്ത ശിക്ഷയാണെന്ന് ചേച്ചി പറഞ്ഞു ചിരിച്ചു. കറുത്തതെങ്കിലും വിടർന്ന കണ്ണും തല നിറയെ മുടിയും കുഞ്ഞു നീണ്ട മൂക്കുമുള്ള നല്ല ആരോഗ്യമുള്ള കുട്ടി. പാല് കൊടുക്കുമെന്നല്ലാതെ സരസു അതിനൊന്ന് താലോലിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ലക്ഷ്മണൻ അതിനും കൂടി അവളെ എടുത്തിരുന്നു. എപ്പോഴെങ്കിലും കുട്ടി ഉച്ചത്തിൽ കരഞ്ഞാൽ ഉടൻ സരസു പറയും, നിറമോ കാക്കയെപ്പോലെ, ഇനി കാറിലും കൂടി ആയിക്കൊള്ളട്ടെ. ഓരോരുത്തരുടെയും കുട്ടി വെളുക്കാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കലായി സരസു. 6 മാസത്തോളം തേങ്ങാപ്പാൽ തേച്ച് പിടിപ്പിച്ച ശേഷമായിരുന്നു മോളെ കുളിപ്പിച്ചിരുന്നത്. കുട്ടിക്ക് രമ്യ എന്ന് പേരിട്ടപ്പോൾ സരസു പറഞ്ഞു, കറുപ്പിക്കിടേണ്ട പേരും തന്നെ. ഞാൻ അവളെ കൂടുതൽ എടുക്കുന്നത് കൊണ്ടാണോ എന്നറിയില്ല, വളർന്നു വരുന്നതിന് രമ്യ മോൾക്ക് എന്നെ വളരെ ഇഷ്ടമായിരുന്നു. മോഡേൺ ആയിട്ടുള്ള വേഷങ്ങളിട്ട്, ക്രീം പുരട്ടി, സ്വർണ്ണമാലയും വളയും ഇട്ട്, വില കൂടിയ ചെരുപ്പുമിട്ട് സരസു രമ്യയും കൊണ്ട് പുറത്തു പോയിരുന്നുള്ളൂ. അമ്മ അടിക്കുകയോ വഴക്ക് പറയുകയോ ചെയ്താൽ അവൾ ഓഫീസിൽ നിന്ന് ഞാൻ വന്നാലുടൻ എന്നോട് പരാതി പറയും. സരസുവിന് അതൊട്ടും ഇഷ്ടമല്ല എന്നെനിക്കറിയാമായിരുന്നു. 2 ചേട്ടന്മാരുടെ ഭാര്യമാരെയും ഭരിച്ചു നടക്കുന്ന സരസുവിന് കോപം വന്നില്ലെങ്കിലല്ലേ അതിശയമുള്ളൂ. ഒരു ദിവസം ഞാൻ വരുമ്പോൾ രമ്യമോൾ കരഞ്ഞുകൊണ്ട് ഓടി വന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന അവളുടെ മുടി സരസു നിർബന്ധിച്ച് ബോയ്ക്കട്ട് ചെയ്തു. അതാണ് മോൾ കരയാൻ കാരണം. ഞാൻ ചോദിച്ചപ്പോൾ സരസു പറഞ്ഞു, എന്തെങ്കിലും മാറ്റമില്ലെങ്കിൽ എങ്ങനെയാ ഇതിനെ കൊണ്ട് നടക്കുക? പിന്നെ മുടി വളരും വരെ രമ്യമോൾക്ക് കരച്ചിൽ തന്നെയായിരുന്നു. കറുപ്പ് നിറക്കാരി ലോകസുന്ദരിപ്പട്ട നേടിയെന്ന വാർത്ത സരസുവിനെ ഏറെ സന്തോഷിപ്പിച്ച കാര്യമായിരുന്നു. പിന്നെ തനിയെ പറയുന്നത് കേൾക്കാം, പഠിച്ചൊരു ഡോക്ടറോ എഞ്ചിനീയറോ ആയാൽ പിന്നെ ഈ കറുപ്പൊന്നും അത്ര പ്രശ്നമാവില്ല എന്ന്. ഞാൻ ഓർക്കും, അല്ലെങ്കിൽ എന്താ പ്രശ്നം? സരസുവിൻ്റെ മൂത്ത മകളുടെ കല്യാണം. വരൻ എഞ്ചിനീയറാണ്. 50 പവൻ കൊടുത്ത് സരസു അപ്പോഴും അവൾ പറയുന്നുണ്ടായിരുന്നു. ഇത് 50 കൊടുത്ത്, മറ്റേതിന് 100 കൊടുത്ത് എന്ന് പറഞ്ഞാലും ആരെങ്കിലും വരുമോ? മമ്മിയുടെ ഈ വക സംസാരങ്ങൾ രമ്യമോളെ ഏറെ ദുഃഖിപ്പിച്ചിരുന്നു. B.Ed പാസ്സായ രമ്യ ടീച്ചറായി. അവളെ ഒരു മാഷ് തന്നെ കെട്ടി, ഷാജി. അവനും കറുപ്പ് നിറമായിരുന്നു. രമ്യയുടെ ആദ്യ പ്രസവത്തിൽ സരസു ഇടയ്ക്കിടെ പറയുമായിരുന്നു ഇതൊരു കരിമ്പാലനായിരിക്കുമെന്ന്. രമ്യ ഒരു വെളുത്ത സുന്ദരി മുള പ്രസവിച്ചു. സരസുവിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വിഷമമായിരുന്നു. പുരാണത്തിലെ പാർവതിയും രുക്മിണിയുമെല്ലാം കറുമ്പികളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആണോ എടത്തി എന്ന ചോദ്യത്തോടെ എൻ്റെ മുന്നിൽ നിന്ന സരസുവിൻ്റെ രൂപം ഇന്നും ഞാൻ ഓർത്ത് ചിരിക്കാറുണ്ട്. ശുഭം.